രാഷ്ട്രീയ ജീവിതത്തിൽ നിലനിൽക്കാൻ പലരും പല രാഷ്ട്രീയ നാടകങ്ങളും കളിക്കാറുണ്ട്. എന്നാൽ ഇത്രയും തരം താണ രീതിയിൽ എന്തിനേയും സ്വന്തം പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയായ ബിജെപിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. സ്വന്തം ജീവൻ പോലും രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ച സൈനികരെ തിരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിച്ച മോദി സർക്കാരിൽ നിന്നും ഇതിൽ കൂടുതൽ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? സെറ്റിടലും അഭിനയവുമൊക്കെ പരവതാനി വിരിച്ച് മാലിന്യങ്ങൾ കൂട്ടിയിട്ട് അതിൽ നിന്നും പ്ലാസ്റ്റിക് വേർതിരിച്ചെടുക്കുന്നിടത്ത് പോരെ? എന്തിനാണ് നമ്മുടെ ജവാന്മാരെ ഇങ്ങനെ നാണം കെടുത്തുന്നത്? പറഞ്ഞു വരുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലഡാക്ക് സന്ദർശനവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയകളിൽ ചർച്ചകൾ കൊഴുക്കുകയാണ്. മോദിയുടെ ചങ്കൂറ്റത്തെ വാനോളം പുകഴ്ത്തി ബിജെപി IT സെൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും ഇതിനെ വിമർശിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് രംഗത്തെത്തിയിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ലഡാക്ക് സന്ദർശനം കഴിഞ്ഞെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവസാനിച്ചിട്ടില്ല. ആരെയും അറിയിക്കാതെയുള്ള മിന്നൽ സന്ദർശനമാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നടത്തിയത് എന്നും മോദിയുടെ ചങ്കൂറ്റത്തെ വർണ്ണിച്ച് ബിജെപി IT സെൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. മോദിയുടെ സന്ദർശനം വെറും നാടകമാണെന്ന വിമർശനവും ഉയർന്നു വരുന്നുണ്ട്. ചികിത്സയിൽ കഴിയുന്ന ജവാന്മാരെ സന്ദർശിച്ച ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇത് വെറും തട്ടിപ്പ് സെറ്റാണെന്ന വിമർശനവുമായി നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മോദി സന്ദർശിച്ചത് ഒരു ആശുപത്രി തന്നെയാണോ എന്ന് ചിലർ സംശയം ഉന്നയിക്കുന്നുണ്ടെന്ന് ദേശീയ മാധ്യമമായ ദി ഫ്രീ പ്രസ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല, ജവാന്മാരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന ഈ നടപടി ശരിയല്ല എന്നാണ് മറ്റു ചിലർ ട്വിറ്ററിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. 3 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു. ലേയിലെ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്ന ജവാന്മാരുടെ എണ്ണം നോക്കൂ. ചൈനീസ് സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ ആർക്കാണ് പരിക്ക് പറ്റിയത്? മോദിയുടെ ഫോട്ടോഷൂട്ടിൽ അവരുടെ എണ്ണവും പേരും പുറത്തു വന്നിരിക്കുകയാണ്. ബൈ ദ വേ, ഇത് യഥാർത്ഥത്തിൽ ഒരു ആശുപത്രി തന്നെയാണോ അതോ യൂത്ത് ഹോസ്റ്റലാണോ എന്നും ഒരു മെഡിക്കൽ ഉപകരണം പോലും ഇല്ലാതെ വെറുതെ ബെഡുകൾ മാത്രമുള്ള ഒരു ആശുപത്രി ഇതുവരെ കണ്ടിട്ടില്ല എന്നായിരുന്നു സ്വീഡനിലെ ഉപ്സല യൂണിവേഴ്സിറ്റി പ്രൊഫസറായ അശോക് സ്വെയിൻ ട്വിറ്ററിൽ കുറിച്ചത്. നിങ്ങളുടെ ഫോട്ടോഷൂട്ട് ഗിമ്മിക്കുകൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത് ഞങ്ങളെയല്ല എന്ന് പറയാൻ സൈനികർ തയ്യാറാകേണ്ടിയിരിക്കുന്നു. ഇതിനെല്ലാം ഒരു പരിധിയുണ്ട്. ഒരു കോൺഫറൻസ് ഹാളിനെ ആശുപത്രി മുറിയാക്കി മാറ്റിയിരിക്കുന്നു എന്നായിരുന്നു നേഹ എന്ന ട്വിറ്റർ യൂസർ കുറിച്ചത്. കുറച്ച് സൈനികർ ഉൾപ്പെടെയുള്ളവർ ഇരിക്കുന്ന ഒരു നല്ല ആശുപത്രി വാർഡ് സെറ്റ് വേണമെന്ന് മോദിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടതാണോ എന്നായിരുന്നു വിദ്യാകൃഷ്ണൻ എന്നയാൾ ട്വിറ്ററിൽ കുറിച്ചത്. ഒരു മെഡിക്കൽ ഉപകരണം പോലുമില്ല, ഡോക്ടർമാരില്ല, നഴ്സില്ല, ഒരു മെഡിക്കൽ ട്രാഷ് ബിൽ പോലുമില്ല. ഇത് ഹോസ്പിറ്റലോ അതോ കോൺഫറൻസ് ഹാളോ എന്നായിരുന്നു മുറിയുടെ അറ്റത്തായുള്ള വൈറ്റ് ബോർഡ് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി സന ട്വീറ്റ് ചെയ്തത്. എന്നാൽ വിമർശനങ്ങൾക്ക് പിന്നാലെ വിഷയത്തിൽ വിശദീകരണവുമായി മുൻ മിലിറ്ററി റിസർവന്റും ഹൈക്കോടതി അഭിഭാഷകനുമായ നവദീപ് സിംഗ് രംഗത്തെത്തി. കഴിഞ്ഞ മാസം ആർമി ചീഫ് സ്റ്റാഫ് MM നരവൻ ഇതേ ആശുപത്രിയിൽ സൈനികരെ സന്ദർശിച്ചതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്നും ആവശ്യമുള്ളവർക്ക് അത് പരിശോധിക്കാമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനായി ഒരു ആശുപത്രി സെറ്റിട്ടതാണോ എന്ന ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.